വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ 37 മുതൽ 40 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകം 41. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതി സമാ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ. അന്വയം: യോഗഭ്രഷ്ടഃ പുണ്യകൃതാം ലോകാൻ പ്രാപ്യ ശാശ്വതൈഃ സമാഃ ഉഷിത്വാ ശുചീനാം ശ്രീമതാം ഗേഹേ അഭിജായത്തെ. അതായത്, യോഗസിദ്ധിക്കായി ശ്രമിച്ചിട്ടും പൂർണ്ണ ഫലപ്രാപ്തി സിദ്ധിക്കാത്ത യോഗഭ്രഷ്ടൻ പുണ്യലോകങ്ങളെ പ്രാപിച്ചു ഏറെക്കാലം സുഖമായി കഴിഞ്ഞതിന് ശേഷം സുഹൃതികളും ഐശ്വര്യമുള്ളവരുമായവരുടെ ഗൃഹത്തിൽ വന്നു ജനിക്കുന്നു. ശ്ലോകം 42. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. അന്വയം: അഥവാ ധീമതാം യോഗിനാം കുലേ ഏവ ഭവതി ഈദൃശം ജന്മയത് ഏതത് ലോകേ ദുർലഭതരം ഹി. അതായത്, അല്ലെങ്കിൽ ജ്ഞാനികളായ യോഗനിഷ്ഠന്മാരുടെ കുലത്തിൽ തന്നെ അവൻ ജനിക്കുന്നു. ഇപ്രകാരമുള്ള ജന്മം മുമ്പ് പറഞ്ഞതിനെ അപേക്ഷിച്ച് വളരെ ദുർലഭമാകുന്നു. ലക്ഷ്യപ്രാപ്തിക്ക് മുമ്പ് രോഗമരണാദി കാരണങ്ങളാൽ യോഗഭ്രഷ്ടനായവൻ്റെ കാര്യമാണ് ഭഗവാൻ ഇവിടെ പ്രതിപാദിച്ചത്. ഇനി ശ്ലോകം 43. തത്ര തം ബുദ്ധിസംയോഗം ലഭത്തെ പൗർവദേഹികം യതതേ ച തതോ ഭൂയ സംസിദ്ധൗ കുരുനന്ദന. അന്വയം: കുരുനന്ദന, തത്ര പൗർവദേഹികം തം ബുദ്ധിസംയോഗം ലഭത്തെ തതഃ ഭൂയഃ ച സംസിദ്ധൗ യതതേ. അതായത്, അല്ലയോ അർജുന, ആ പുതിയ ജന്മത്തിൽ പൂർവജന്മത്തിലുണ്ടായ ബ്രഹ്മജ്ഞാന വിഷയമായ ബുദ്ധിയോട് ചേർച്ച ലഭിക്കുന്നു. അനന്തരം അവൻ വീണ്ടും യോഗസിദ്ധിക്കായുള്ള പ്രയത്നം തുടരുകയും ചെയ്യുന്നു. ഇതിനാണ് ജന്മവാസന എന്ന് നാം വിളിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ പ്രത്യേക വിഷയങ്ങളിൽ താൽപ്പര്യം കാണിക്കുന്നത് ഈ ജന്മവാസന കൊണ്ടാണ്. ഇനി ശ്ലോകം 44. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതേ. അന്വയം: തേന പൂർവാഭ്യാസേന ഏവ അവശഃ അപി സഹ ഹ്രിയത്തെ യോഗസ്യ ജിജ്ഞാസുഃ അപി ശബ്ദബ്രഹ്മ അതിവർത്തതേ. അതായത്, മുജ്ജന്മത്തിലെ അഭ്യാസത്തിൻ്റെ വാസനാബലത്താൽ അവശനാണെങ്കിൽ പോലും അയാൾ യോഗമാർഗത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ജിജ്ഞാസുവായ ആ യോഗി ആചാരനിഷ്ഠങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനായിത്തീരുന്നു. ശ്ലോകം 45. പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധ കിൽബിഷ അനേകജന്മ സംസിദ്ധസ്തതോ യാതി പരാം ഗതിം. അന്വയം: പ്രയത്നാത് യതമാനഃ സംശുദ്ധ കിൽബിഷഃ അനേകജന്മ സംസിദ്ധഃ തതഃ പരാം ഗതിം യാതി. അതായത്, തീവ്രമായി പരിശ്രമിക്കുന്ന ധ്യാനയോഗിയാവട്ടെ പാപവാസനകളകന്ന് പരിശുദ്ധനായി അനേകം ജന്മങ്ങളിൽ കൈവരിച്ച സിദ്ധിയാൽ പിന്നീട് പരമഗതിയെ, അതായത് മോക്ഷത്തെ പ്രാപിക്കുന്നു. ശ്ലോകം 46. തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധിക
कर्मेभ्यश्चाधिको योगी तस्माद्योगी भवार्जुन. अन्वयम्. योगी तपस्विभ्यः अधिकः, ज्ञानिभ्यः अपि अधिकः, कर्मेभ्यश्च योगी अधिकः इति मतः. तस्मात् അർജുന യോഗി ഭവ. അതായത് ധ്യാനയോഗി തപസ്വികളേക്കാൾ ശ്രേഷ്ഠനാണ്, ജ്ഞാനികളെക്കാളും ശ്രേഷ്ഠനാണ്, കർമ്മികളെക്കാളും യോഗിയാണ് ശ്രേഷ്ഠൻ എന്നും അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അല്ലയോ അർജുന, നീ യോഗിയായി ഭവിച്ചാലും. ശ്ലോകം 47. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജത്തെ യോ മാം സമേ യുക്തതമോ മതഃ. അന്വയം. ശ്രദ്ധാവാൻ മദ്ഗതേന അന്തരാത്മന യഹ മാം ഭജത്തെ സഹ സർവേഷാം യോഗിനാം അപി യുക്തതമഃ മേ മതഃ. അതായത് തികഞ്ഞ വിശ്വാസത്തോടെ പരമാത്മാവിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് യാതൊരുവൻ എന്നെ ഭജിക്കുന്നുവോ അവൻ എല്ലാ യോഗികളിലും വച്ച് ഉത്തമനാണെന്നാണ് എൻ്റെ അഭിപ്രായം. യോഗ സാധനകളിൽ ഭക്തിക്കുള്ള പ്രാധാന്യം കൂടി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ധ്യാനയോഗം എന്ന 6-ാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ ധ്യാനയോഗോ നാമ ഷഷ്ടോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.